ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ടൊയോട്ടയുടെ ഹൈ റൈഡർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടി സീറ്റ് ഓവർ മാത്രമേ നമുക്ക് അതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ടൊയോട്ടയുടെ ഹൈ റൈഡർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അതിൽ സീറ്റിൻ്റെ വർക്കാണ് നമ്മളതിൽ മെയിനായിട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് ഇത് അവിടെ സീറ്റ് നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് സീറ്റൊക്കെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് അതിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് അതിൻ്റെ സീറ്റൊക്കെ അവിടെ നമ്മളവിടെ ഊരി അതിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ വർക്കും ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ബ്ലാക്കിൽ ഡയമണ്ട് കട്ടാണ്. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ കമ്പനി വരുന്ന സീറ്റുമ്പോൾ തന്നെ ഒരു ഡയമണ്ട് കട്ട് വരുന്നുണ്ട്. ഡിസൈൻ ഡയമണ്ട് കട്ടിലാണ് വരുന്നത്. അത് തുണി മെറ്റീരിയലാണ് കേട്ടോ, ക്ലോത്ത് മെറ്റീരിയലാണ്. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് നാപ്പ ലെതർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കുറവാണ്. അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഫുൾ ബ്ലാക്കിൽ റെഡ് നൂലിട്ടിട്ട്, നൂല് ഫുള്ള് നമ്മൾ റെഡാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്ററിൽ ഡയമണ്ട് കട്ട്, പിന്നെ ഫുള്ള് ബോർഡറിൽ നൂല് വരുന്ന ഭാഗങ്ങൾ ഫുള്ള് റെഡ് നൂലും നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം കമ്പനി വരുന്ന കട്ടിങ്സൊക്കെ അതേപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെയാണ് നമ്മളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം എൻ്റെ മുകളിൽ ഹെഡ് റെസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു കട്ടിങ് ഉണ്ട്. ഈ കമ്പനി വരുന്ന അതേ കട്ടിങ് തന്നെ. ശരിക്കും അതിൻ്റെ രണ്ട് സൈഡിലെ വിങ്സും അതേപോലെ തന്നെ അത് ചാരുഭാഗത്തെയും സീറ്റ് ഭാഗത്തെയും വിങ്സ് എല്ലാം കറക്റ്റ് കമ്പനി വരുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് വണ്ടിക്ക് വേണമെങ്കിലും നമുക്ക് അടിപൊളിയായിട്ടുള്ള സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമുക്ക് പല കളേഴ്സും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട് കളറിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഫുൾ ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്. അത് കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഫുൾ ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ സീറ്റിൻ്റെ വർക്കുകളും ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ അതേ സീറ്റ് ഭാഗം അതുപോലെ ചാരുഭാഗത്തിൻ്റെ ഒരു ഭാഗം അവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്പോർട്ടി ലുക്കിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്ലാക്കിൽ റെഡ് നൂല് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പകലേന്ന് കാണുമ്പോൾ നമുക്ക് ഫുൾ ബ്ലാക്ക് ആയിട്ട് തോന്നുള്ളൂ. പക്ഷേ അടുത്തേക്ക് വരും തോറും അത് നല്ല ഷോ ആയിട്ട് വരും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് നൂലായതുകൊണ്ട് എപ്പോഴും എല്ലാ വണ്ടികൾക്കും അത് മാച്ചാണ്. അപ്പോൾ കുറേ വണ്ടിക്ക് നമ്മൾ റെഡ് നൂല് ഇട്ടിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. കുറേ വണ്ടികൾക്ക് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതേ ബാക്കിൽ അതിൻ്റെ സീറ്റുകളും കാര്യങ്ങളും ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിലത്തെ സീറ്റ് ഭാഗം സെറ്റ് ചെയ്യണം. അതിൻ്റെ എന്താ പറയുക സീറ്റ് ബെൽറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് പക്ക ഫിറ്റിംഗ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാ സീറ്റും ഊരി എടുത്തിട്ട് വേണം സീറ്റ് ഇടാനായിട്ട്. പിന്നെ വേറെ പ്രത്യേകത ഇതിൻ്റെ അടിയിൽ നമ്മൾ വിനൽ മാറ്റ് ചെയ്തിട്ടില്ല. കമ്പനി 5D മാറ്റ് മാത്രം നമ്മൾ അവർ കമ്പനി ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ അതേ ഫുൾ സീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞ് സീറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇതേ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറ്റി. ഇപ്പോൾ വണ്ടിയിലെ ഇൻറ്റീരിയർ തന്നെ നമുക്കറിയാം. ഇൻറ്റീരിയർ കൂടുതലും വന്നേക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ സിൽവർ ലൈൻ മാത്രമേ നമുക്കിതിൽ കാണാനുള്ളൂ കൂടുതലായിട്ട്. പിന്നെ ഗ്ലാസിൻ്റെ മോൾ ഭാഗം ഡോറിൻ്റെക്ക് മോളിലേക്കുള്ള ഭാഗത്താണ് ഒരു ലൈറ്റ് ആഷ് കളർ വന്നിട്ടുള്ളത്. ബാക്കി ഫുള്ള് ബ്ലാക്ക് തന്നെയാണ്. ഡോർ പാഡിൽ ഞാൻ പറഞ്ഞില്ല, ഒരു സിൽവർ ലൈൻ മാത്രമാണ് ഡോർ പാഡിൽ വരുന്നുള്ളൂ. ബാക്കി ഫുൾ ബ്ലാക്കാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ അറിയാം ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. 10,000-ഓളം വീഡിയോസ് ഷോർട്സും കൂടിയിട്ട് അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നമുക്ക് വണ്ടിയിൽ സീറ്റ് ആവശ്യമില്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമില്ലെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. പുതിയ വണ്ടികളുടെ കുറേ വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അതുമാത്രമല്ല നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീഡിയോസ്. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് താഴെയാണ് ഇപ്പോൾ ഇത് വീഡിയോ വരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ കോൺടാക്റ്റ് കൊടുക്കുക. ഓക്കെ, ബൈ.